ഹലോ മക്കളെ, റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും പഠനത്തിന്റെ ചൂടിലാണ്. ആ ചൂടിന് ഒരു ചെറിയ ആശ്വാസം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കില്ലേ. സോ വൺസ് അഗെയിൻ വെൽക്കം SSLC റിവിഷൻ 2023 ആൻഡ് 24. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ചെറിയൊരു ടോപ്പിക്കാണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഒരു SSLC വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം എക്സാം എഴുതാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം അല്ലെ. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു വിധം എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിധം എന്നല്ല എന്തായാലും ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. ആദ്യം ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത് അതിന് മുന്നേ പറയട്ടെ, ഈ ക്വസ്റ്റ്യൻ ടാഗ് എവിടെയാ വരിക നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. എവിടെയാ വരിക? ഡയലോഗ് കംപ്ലീഷനിലാണ്. 5 മാർക്കിന് ചോദിക്കുന്ന ഡയലോഗ് കംപ്ലീഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഏതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ ഡയലോഗ് കംപ്ലീഷൻ നമ്മുടെ ഷാഫി സാർ ചെയ്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സെന്റൻസിലെ ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു രീതി സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മെത്തേഡ് തന്നെ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് തന്നെയായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും എന്നൊക്കെ സാർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്, ഓക്സിലറി വെർബിനെയാണ്. ആരെയാണ്? ഓക്സിലറി വെർബിനെയാണ്. സോ ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ് ഫസ്റ്റ്. തന്നിരിക്കുന്ന ആ ഒരു സെന്റൻസിനകത്തെ ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതിക്കൂടാം. അപ്പോ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിൽ പോലും ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഒരാ മോഡൽ ഓക്സിലറി വെർബ് വേറെയുണ്ട്. വില്ലും, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ് അങ്ങനെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതായാലും തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബിനെ നമ്മൾ ആദ്യം കണ്ടെത്തുന്നു, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ഓക്സിലറി വെർബിനെ കണ്ടെത്തി എഴുതി. ദെൻ രണ്ടാമത്തത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണോ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ അതിൽ ആ സെന്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആയിരിക്കണം. നോട്ട് ചേർക്കണം. ഈസിന്റെ, ആറിന്റെ, വോണ്ട് അല്ലെ, വില്ലിന്റെ കൂടെ നോട്ട് ചേരുമ്പോൾ വോണ്ട് എന്നായിട്ട് മാറും. അങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റണം. ഇനി നേരെ തിരിച്ച് നെഗറ്റീവ് ആയുള്ളൊരു സെന്റൻസ് ആണെങ്കിൽ, അപ്പൊ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിനകത്ത് നോയോ, നോട്ടോ അല്ലെങ്കിൽ ഹാർഡ്ലിയോ, സ്കേഴ്സ്ലിയോ തുടങ്ങിയുള്ള ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സെന്റൻസിന്റെ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടാഗും ആയിരിക്കും എന്ന് വെച്ചാൽ ടാഗിൽ നോട്ട് ചേർക്കാൻ പാടില്ല എന്ന്. ദെൻ അടുത്തത് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സബ്ജക്റ്റിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, പ്രോനൗൺ രൂപത്തിലേക്ക് മാറ്റണം. ഇപ്പൊ യുവിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ടാഗിലെ സബ്ജക്റ്റ് മാറ്റണ്ട, യു തന്നെ. ഹി ആണെങ്കിലും മാറ്റണ്ട. എന്നാൽ മിസ്റ്റർ തൊറാട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് എന്തെടുക്കണം, ഹി നമ്മൾ എടുക്കും അല്ലെ. അതുപോലെ തന്നെ മാർത്ത എന്ന് വന്നു കഴിഞ്ഞാൽ മാർത്ത ഇസ് എ ഗേൾ, അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ടാഗിലെ സബ്ജക്റ്റ് എന്തായിട്ട് വരും, ഷീ എന്ന് വരും. ഇനി നേരെ മറിച്ച് ഇങ്ങനെ വന്നാൽ മങ്കൂസ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ, ഇറ്റ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. ദ ലീവ്സ് എന്നോ ദ കാഴ്സ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, പ്ലൂറൽ ഫോമിലുള്ള ഇത്തരത്തിലുള്ള കാഴ്സ്, ലീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം, ദേയുമാണ് എടുക്കുക. 2 വ്യക്തികൾ അല്ലെ, യുവർ ഫാദർ ആൻഡ് മദർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുക, ദേ ആണ് എടുക്കുക. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഓൾറെഡി. ഇപ്പൊ ഒരു ഓട്ടപ്രദക്ഷിണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ പ്രോനൗൺ രൂപത്തിലേക്ക് മാറ്റുന്നു. സോ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്, ഇതാണ് എന്ത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് 2 എക്സാമ്പിൾ ഇവിടെ ചെയ്തു നോക്കാം. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് കുറച്ച് ഏതാനും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. അരുൺ പറയാണ് യു ആർ ഹാപ്പി. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അരുൺ പറഞ്ഞു എന്ത്, യു ആർ ഹാപ്പി, നീ ഹാപ്പി ആണ്. ഇനി അല്ലേ എന്ന് ചോദിച്ച് അതിനൊന്ന് ഉറപ്പ് വരുത്തണം. അതിനാണല്ലോ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നത്. അപ്പോ ആദ്യത്തെ റൂൾ എന്താ, ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ് എന്നുള്ളതാണ്. ആരാണ് ഇവിടെ ഓക്സിലറി വെർബ്, ആർ ആണ് ഓക്സിലറി വെർബ്. ആ ആറിനെ ഞാനിതേ ഇങ്ങോട്ട് എടുത്ത് എഴുതി, ആർ. ഇനി നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. ഈ സെന്റൻസിൽ എവിടെയും നെഗറ്റീവ് വേർഡ്സ് ഇല്ലാത്തത് കൊണ്ട് ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസിന്റെ ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ടാഗിനെ നെഗറ്റീവ് ആക്കാൻ ഓക്സിലറി വെർബിന്റെ കൂടെ എന്ത് ചേർത്താൽ മതി, നോട്ട് ചേർത്താൽ മതി, എൻ, ടി, ആറിൻഡ് എന്ന് പറയുമ്പോൾ ടാഗ് നെഗറ്റീവ് ആയി. ഇനി മൂന്നാമതായിട്ട് സബ്ജക്റ്റിനെ കണ്ടുപിടിച്ച് അതിനെ പ്രോനൗൺ രൂപത്തിലേക്ക് മാറ്റണം. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണ്, യു ആണ് സബ്ജക്റ്റ് അല്ലെ. ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്, യു ആണ് സബ്ജക്റ്റ്. യു പ്രോനൗൺ തന്നെ ആയതുകൊണ്ട് ഇവിടെ യു എന്ന് തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ എന്ത് കിട്ടും, ആറിൻറ്റ് യു എന്നുള്ള ടാഗ് നമുക്ക് കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്
വരുൺ പറയാണ് യു ആർ നോട്ട് സാഡ്. യു ആർ നോട്ട് സാഡ്. നമ്മുടെ റൂള് പ്രകാരം ആദ്യം ഓക്സിലറി വെർബ് ആയിട്ടുള്ള ആറിനെ നമ്മൾ എടുത്ത് എഴുതി ആർ. ഇനി സെന്റൻസിൽ നമുക്ക് ആരെ കാണാം? നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡിനെ കാണാം. സാറ്റ് മീൻസ് സെന്റൻസ് ഈസ് നെഗറ്റീവ്. ഈ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഇനി ഇവിടെ നോട്ട് ചേർക്കേണ്ട കാര്യം ഇല്ല. ആരാണ് സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. നമ്മൾ എടുത്ത് എഴുതുന്നു ആർ യു എന്ന് കിട്ടും. ആർ യു. കഴിഞ്ഞ പരിപാടി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ക്വസ്റ്റ്യൻ ടാഗ് കിട്ടുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിലെ ഏതാനും ചില സ്പെഷ്യൽ കേസുകളും കൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അവിടെ ആദ്യം പറയുന്നു ലെറ്റ്സ് അല്ലെ. ലെറ്റ്സ് എന്ന് പറയുന്ന സെന്റൻസ് തുടങ്ങുന്നത് ലെറ്റ്സിലാണെങ്കിൽ ടാഗ് എന്താണ്? ഷാൾ വി ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ലെറ്റ്സിൽ തുടങ്ങുന്ന ഏതൊരു സെന്റൻസിന്റെയും ടാഗ് എന്തായിരിക്കും? ഷാൾ വി ആയിരിക്കും. അതുപോലെ നോ, നോട്ട്, നൺ എന്താ സംഭവം? നെഗറ്റീവ് വേർഡ്സ് ആണ് അല്ലെ. ഇംഗ്ലീഷിലെ നെഗറ്റീവ്, സെമി നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സിന്റെ ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരാരെങ്കിലും സെന്റൻസിൽ വന്നാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ആരൊക്കെയാ? നോ, നോട്ട്, നൺ, നെവർ, നോബഡി, നത്തിങ്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റയർലി, സെൽഡം, ഫ്യൂ ആൻഡ് ലിറ്റിൽ. ഇത്രയും ആളുകളൊക്കെ നെഗറ്റീവ് ആണ്. അവർ സെന്റൻസിൽ ഉണ്ടോ? ആ സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് ഓർത്തു വെക്കുക. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആവണം എന്നും ഓർത്തു വെക്കുക. അടുത്തത് ഐ ആം എന്ന് പറയുന്ന സെന്റൻസ്. ആം ലേറ്റ് എന്നൊക്കെ പറയുന്ന സെന്റൻസിന്റെ ടാഗ് ആറിൻറ്റ് ഐ ആയിരിക്കും. എന്നാൽ നേരെ തിരിച്ച് ആം നോട്ട് ലേറ്റ്, ആം നോട്ടിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ ആം ഐ ആയിരിക്കും ടാഗ് എന്നും ഓർത്തു വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്ന് പറയുന്നത്, ചില സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവാറില്ല? ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബിനെ കാണിക്കാറില്ല, അല്ലെങ്കിൽ കാണാൻ വഴിയില്ല. ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ യു ലുക്ക് സാഡ്. യു ലുക്ക് സാഡ്. ഈ യു ലുക്ക് സാഡ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കാണാൻ പറ്റില്ല? ഓക്സിലറി വെർബിനൊന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഒരു V1 ആണെങ്കിൽ അവിടുത്തെ ഓക്സിലറി വെർബ് ആരായിരിക്കും? ഡു ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഒരു V2 ആണെങ്കിൽ അവിടുത്തെ ഓക്സിലറി വെർബ് ആരായിരിക്കും? ഡിഡ് ആയിരിക്കും എന്ന് ഓർത്തു വയ്ക്കുക. തന്നിരിക്കുന്ന ആ ഒരു സെന്റൻസിലെ വെർബ് ഒരു എസ് ഫോമിലാണെങ്കിൽ, ഗോസ്, വർക്ക്സ്, റൈറ്റ്സ്, ഇങ്ങനെ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ആണെങ്കിൽ അവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആരാണ്? ഡസ് ആണെന്നും ഓർത്തു വെക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ലുക്ക് സാഡ്. യു ലുക്ക് സാഡിലെ വെർബ് ഒരു ലുക്ക് എന്ന് പറയുന്ന വെർബ് ആണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ V1 ആണ്. V1 ആയി കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് ആരുമാണ്? ഡു ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടേക്ക് ആരെടുത്ത് എഴുതുന്നു? ഡൂവിനെ എടുത്തെഴുതുന്നു. ഇനിയൊക്കെ ബാക്കി പഴയതുപോലെ തന്നെ. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അതുകൊണ്ട് ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഞാൻ ഡോണ്ട് എന്നാക്കി. ഇനി ആരാ സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. അതിനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഡോണ്ട് യു എന്ന് നമുക്ക് കിട്ടും. ഈസി ആണല്ലേ പരിപാടി? യെസ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ചെതറിക്കിടക്കുന്ന ഈ റൂളുകളും കൂടി മനസ്സിലുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് വെരി ഈസി ആൻഡ് യു ക്യാൻ സ്കോർ 1 മാർക്സ്. വളരെ ഈസി ആയിട്ട് 1 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ സാധിക്കും. ഏതാനും ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. വെറും 7 ചോദ്യങ്ങളെ നമ്മുടെ അടുത്തുള്ളൂ. ആ 7 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ? മോഡൽ എക്സാം, ഇംഗ്ലീഷ് മോഡൽ എക്സാമിന് വന്ന ചോദ്യം ഇങ്ങനെയാണ് അല്ലെ. റേ if everything is ready, ഇവിടെ is, if everything is ready we can start the shooting soon എന്ന് പറയുന്ന സെന്റൻസ്. എന്തായിരുന്നു മോഡൽ എക്സാമിന് പറ്റിയ പ്രശ്നം? ഈ ഒരു ഇഫ് ക്ലോസ് സെന്റൻസ് തന്നിട്ട് മെയിൻ ക്ലോസിൽ എന്ത് എഴുതാൻ പറഞ്ഞു? നമ്മളോട് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു ശീലം നമുക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അല്ലെ. ചില ആളുകൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ചില ആളുകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി വരുന്ന SLC എക്സാമിന് ഇങ്ങനെയൊക്കെ തരാം എന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇഫ് എവറിത്തിങ് ഈസ് റെഡി, എല്ലാം ശരിയാണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് സൂൺ. അപ്പൊ നമ്മുടെ മെയിൻ ക്ലോസിലെ ഒരു സെന്റൻസ്, മെയിൻ ക്ലോസിലെ പ്രധാനപ്പെട്ട സെന്റൻസ് പറയുന്നത് വി ക്യാൻ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് സൂൺ എന്നുള്ളതാണ്. ആ സെന്റൻസിന്റെ ടാഗാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഓക്സിലറി വെർബിനെ കിട്ടി. ആരാണ്? ക്യാൻ എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. ആ ക്യാനിനെ നമ്മൾ ഇതേ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ക്യാൻ. സെന്റൻസ് വി ക്യാൻ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് സൂൺ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ടാഗ് ഇവിടെ എന്താവുന്നു? നെഗറ്റീവ് ആവുന്നു. കാണ്ട് എന്ന് കിട്ടി. ഇനി ആരാണ് സബ്ജക്റ്റ്? വി ആണ് സബ്ജക്റ്റ്. സോ അതിനെയും എടുത്ത് എഴുതി കഴിഞ്ഞാൽ കാൺ വി എന്ന് നമുക്ക് കിട്ടും. കാൺ വി. വി ക്യാൻ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് സൂൺ കാൺ വി എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്സ് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ AJ ക്രോണിൻ, യു വേർ വാച്ചിങ് മീ ക്ലോസ്ലി. യു വേർ വാച്ചിങ് മീ ക്ലോസ്ലി. ദേ കിടക്കുന്നു ഓക്സിലറി വെർബ്. ആരാ? വേർ ആണ് ഓക്സിലറി വെർബ്. എടുത്തെഴുതി വേർ.
വേർ എന്ന് പറയുന്ന ഓക്സിലറി വെർബിന് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. ഈ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആയുള്ളൊരു സെന്റൻസ് ആണ്. അതുകൊണ്ട് ടാഗ് എന്താവണം? നെഗറ്റീവ് ആവണം. ഞാൻ നോട്ട് ചേർത്തു, വേറിന്റ് എന്ന് കിട്ടി. സബ്ജക്റ്റ് വളരെ ക്ലിയർ ആണ്. ആരാ? യു ആണ് സബ്ജക്റ്റ്. ആ യുവിനെയും ഞാൻ ഇതേ ഇങ്ങോട്ട് എടുത്ത് എഴുതി, വേറിന്റ് യു എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്. ഓൺ ജെയിൻ പറയുന്ന ഡയലോഗാണ്. ഞാൻ ഡയലോഗ് പറഞ്ഞ ആളവിടെ കൊടുത്തിട്ടില്ല, സെന്റൻസ് ഡയറക്റ്റ് ആണ്. യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിന്റെ ടാഗ് നമുക്ക് എഴുതണം. പക്ഷേ യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ് ഒരു ഓക്സിലറി വെർബ് വിസിബിൾ അല്ല. അപ്പൊ നമ്മൾ ആരെ നോക്കി? വെർബിനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ബോട്ട് എന്ന് പറയുന്നത് ഒരു V2 ആണെന്ന് നമുക്കറിയാം. V2 ആയി കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം, ഡിഡ് ആണെന്നും നമുക്കറിയാം. ആ ഡിഡിനെ ദേ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി, ഡിഡ്. V2 ആയതുകൊണ്ട് ഡിഡ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഡിഡിന്റ് എന്ന് കിട്ടി. ആരാ സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. അതിനെയും എടുത്തെഴുതുന്നു, ഡിഡിന്റ് യു എന്ന് നമുക്ക് കിട്ടും. ഈസി അല്ലേ? ഡിഡിന്റ് യു എന്ന് കിട്ടും. എവിടുന്നാ ഡിഡ് കിട്ടിയത്? ബോട്ട് എന്ന് പറയുന്ന V2 നിന്നും നമുക്ക് ആരെ കിട്ടി? ഡിഡിനെ കിട്ടി. സിമ്പിൾ ആണല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോയ് യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. നമ്മുടെ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയിലെ ബോയ് ഗ്രാൻഡ്മയോട് പറയാണ്, യു ഡിഡ്ന്റ് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. നിങ്ങൾ ഗാർഡനിലെ ഫൈറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കണം. ഇനി അപ്പോ ഓക്സിലറി വെർബ് ദേ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ആരാണ്? ഡിഡ് ആണ് ഓക്സിലറി വെർബ്. ഞാൻ എടുത്തെഴുതുന്നു, ഡിഡ്. അവിടെ സെന്റൻസിനകത്ത് ഡിഡിന്റെ കൂടെ ആരുണ്ട്? നോട്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ദ സെന്റൻസ് ഈസ് നെഗറ്റീവ്. തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഇനി ഇവിടെ നോട്ട് ചേർക്കേണ്ട കാര്യം ഇല്ല. സബ്ജക്റ്റും വിസിബിൾ ആണ്. ആരാ? യു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. സോ ഡിഡ് യു എന്ന് എഴുതി കഴിഞ്ഞാൽ 1 മാർക്കായി. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രണ്ട് യു ലുക്ക് റിയലി സാഡ്. നേരത്തെ നമ്മൾ ചെയ്തു ഇതേ മോഡത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? യു ലുക്ക് റിയലി സാഡ്. ഇവിടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ആണ്. V1 ആയി കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് ഡു ആണ്. എടുത്തെഴുതുന്നു, ഡു. സെന്റൻസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. ഡോണ്ട്. സബ്ജക്റ്റ് ആരാ? യു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡോണ്ട് യു എന്ന് കിട്ടും. അതും സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രണ്ട് യു ആർ മൈ റൂംമേറ്റ്. അമേരിക്കൻ റൂംമേറ്റ് അഡീച്ചിയോട് പറയുന്ന ഒരു ഡയലോഗാണ്. ഫ്രണ്ട് പറയാണ്, യു ആർ മൈ റൂംമേറ്റ്. നീയാണ് എന്റെ റൂംമേറ്റ് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ആരാ? ആർ ആണ് ഓക്സിലറി വെർബ്. എടുത്ത് എഴുതി, ആർ. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് എന്തായി? നെഗറ്റീവ് ആയി. ആറിന്റ് എന്ന് കിട്ടി. ആരാണ് സബ്ജക്റ്റ്? യു ആണ് സബ്ജക്റ്റ്. എടുത്തെഴുതി, യു. ആർ ഇൻറ്റു യു. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത്, അടിച്ച് യുവർ മദർ ആൻഡ് ബ്രദർ ആർ ദർ അറ്റ് യുവർ ഹോം. ഇവിടെ അഡിച്ചി ഫിഡിയോട് പറയാണ്, യുവർ മദർ ആൻഡ് ബ്രദർ ആർ ദർ അറ്റ് യുവർ ഹോം. ഓക്സിലറി വെർബ് ആരാണ്? ആർ ആണ് ഓക്സിലറി വെർബ്. ആറിനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി, ആർ. സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ടാഗ് ഈസ് നെഗറ്റീവ്. അങ്ങനെ നമുക്ക് ആർ ഇൻറ്റു എന്ന് കിട്ടി. ഇനി സബ്ജക്റ്റ് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? യുവർ മദർ ആൻഡ് ബ്രദർ. നിന്റെ മദറും ബ്രദറും രണ്ടാളുകളാണ്. പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ടാഗിലെ സബ്ജക്റ്റ് ആയിട്ട് എന്ത് മതി? ദേ എടുത്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ആറിന്റെ ദേ എന്ന് കിട്ടും. ഇപ്പൊ ഇത്രയും നേരം ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷങ്ങളിലും മോഡലിലും SSLCയിലും ഒക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ചെയ്തത്. ഒരു മാർക്ക് അല്ലെ, ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു മാർക്ക് ഇനി നിങ്ങൾ കളയില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ട്. കളയില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് രാത്രിയിൽ ലൈവ് കയറാനുള്ളതാണ്. അപ്പോൾ 4-ാം തീയതിയും അതുപോലെ തന്നെ 5-ാം തീയതിയും രാത്രി നമ്മുടെ ചാനലിൽ ലൈവായിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്തുന്നുണ്ടായിരിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ, എല്ലാ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് റിവിഷനും അതുപോലെ തന്നെ മോഡലുകളുടെ റിവിഷനും ഗ്രാമർ റിവിഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ബി വിത്ത് us. ഞങ്ങളെ കൂടെ നിൽക്കുക. രാവിലെ ഫുൾ ടൈം നിങ്ങൾ ഇരുന്ന് പഠിക്കുക. രാത്രിയാകുമ്പോൾ അതിൻ്റെ റിവിഷൻ എന്ന രീതിയിൽ ഞങ്ങളോടൊപ്പം കൂടുന്നു. പിറ്റേ ദിവസം 5-ാം തീയതിയും അങ്ങനെ തന്നെ ചെയ്യുന്നു. 6-ാം തീയതി നമ്മൾ പോയി തകർത്ത് എന്തെഴുതുന്നു? എക്സാം എഴുതുന്നു. എന്താല്ലേ? ഓക്കെ, ഫൈൻ. സോ ആ ഒരു 80 മാർക്ക് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ചെറിയ വീഡിയോ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച്. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.